Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin wal aqibatu lil muttaqin wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi al faizin ajma'in. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ പവിത്രമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ സ്വലോക സ്വർഗ്ഗത്തിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹിജ്റ കലണ്ടർ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർഷത്തിലേക്കും നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് പൂർണ്ണമായും നമ്മുടെ ഖൽബിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ എല്ലാം കൊണ്ടും അല്ലാഹുവിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ മുഹറം മാസം ആഗതമായി കഴിഞ്ഞാൽ നമ്മുടെ മുൻകഴിഞ്ഞു പോയ മുൻഗാമികൾ വളരെ പ്രത്യേകമായി കൊണ്ട് ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് അവർ ധന്യമാക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുഹറം 1 മുതൽ 10 വരെ അവർ നോമ്പനുഷ്ഠിക്കും. അതിന് ശേഷമാണ് അവർ ജോലിയിലേക്കും മറ്റൊക്കെ അവർ പോവാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ 10 വല്ലാത്ത മഹത്വമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, എനിക്ക് റമളാനിന് ശേഷം നോമ്പനുഷ്ഠിക്കാൻ പറ്റുന്ന ഒരു മാസത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിക്ക് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. നീ റമളാനിന് ശേഷം വേറൊരു മാസം നോമ്പനുഷ്ഠിക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ മാസമായ, അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ ആ മുഹറം മാസത്തിൽ നീ നോമ്പനുഷ്ഠിക്കണേ എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മുഹറം മാസം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട മാസമാണ്. തുടർന്നുള്ള മാസങ്ങളും അങ്ങനെ തന്നെയാണ്. എങ്കിലും ഇൻഷാ അല്ലാഹ് ഈ മുഹറം മാസം കടന്നു വരലോടുകൂടി ആദ്യമുള്ള ഇബാദത്തിനേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് ആളുകൾ മുഹറം 1 മുതൽ 10 വരെ തുടരെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കരുതുന്ന ആളുകളായിരിക്കാം. അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? ഫിർദൗസുൽ അഅല, സ്വർഗ്ഗത്തിലെ ഉന്നതമായ സ്ഥാനം ആ മനുഷ്യർക്ക് അല്ലാഹു കൊടുക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിർബന്ധമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇനി ഒരു പക്ഷേ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, നോമ്പനുഷ്ഠിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് മുഹറം 9-നും 10-നും നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആ നോമ്പിന് നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് മുഹറം 9, 10 വരുന്ന വ്യാഴം വെള്ളിയുമാണ്. ആ 2 ദിവസങ്ങളിൽ കൃത്യമായി കൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നമ്മളും നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആളുകളോടും ആ കാര്യം പറഞ്ഞുകൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി, സുന്നത്തായി നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ഓരോ ആളുകളും ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. നമ്മുടെ മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും മുഹറം 10-ന് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജന്മനാടായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജൂതന്മാരായ ആളുകളെ കണ്ടെത്തിക്കുകയാണ്. എങ്ങനെയാണ് അവരെ കണ്ടെത്തിക്കുന്നതെന്ന് അറിയുമോ? ആ ദിവസം യസൂമൂന യൗമ ആശൂറ, ആശൂറയുടെ ദിവസം അവർ നോമ്പനുഷ്ഠിക്കുന്നതായിക്കൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടിട്ടാണ് നിങ്ങൾ ഈ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത്?
എന്ന് അള്ളാന്റെ റസൂൽ ചോദിക്കുന്ന സമയത്ത് ആ ജൂതന്മാരായ ആളുകൾ പറയുന്നു, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകനായ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതിലുപരി ഫിർഔനിനെ ചെങ്കടലിൽ വെച്ചുകൊണ്ട് മുക്കിക്കൊന്നത് ഈ ദിവസമാണ്. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നന്ദി സൂചകമായി കൊണ്ട് മുഹറം 10 നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടിട്ട് നഹ്നു നസൂമു ലഹു ശുക്റാ, ഞങ്ങളും അതുകൊണ്ട് നന്ദി സൂചകമായി കൊണ്ട് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ ജൂതന്മാരായ ആളുകളോട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നഹ്നു അഹബ്ബു ഔലാ ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങളാണ് എന്ന് പറയുകയും അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതന്മാരോട് ഒരു വ്യത്യാസം ഉണ്ടാകുന്നതിന് വേണ്ടി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ മുഹറം 9 ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പ്രഖ്യാപനം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുഹറം 9 അതുപോലെ 10 നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. മുഹറം 9 നോമ്പനുഷ്ഠിക്കുന്നത് ജൂതന്മാരോട് ഒരു വ്യത്യാസം നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 9 നോമ്പനുഷ്ഠിക്കാൻ പറ്റില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് 10 11 നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ഓരോ ആളുകളും ശ്രദ്ധിക്കണം. ആ നോമ്പിലൂടെ അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? ഒരു വർഷം ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട്, നമ്മുടെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരുമെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അന്നത്തെ ദിവസത്തിൽ ഈ മുഹറം 10 നമുക്ക് ചെയ്യേണ്ട സൽക്കർമ്മങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അമലെന്ന് പറഞ്ഞാൽ അതിന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കലാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ അതിന്റെ പകലിൽ നല്ലൊരു സ്വതക്ക കൊടുക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മറ്റൊരു കാര്യം പറയുന്നത്, അതിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കർമ്മം എന്ന് പറയുന്നത് അത്തൗസിയത്തുൻ അൽ അയാൽ, തന്റെ കുടുംബങ്ങൾക്ക് തന്റെ ആശ്രിതർക്ക് കഴിയുന്ന മാതിരി ഭക്ഷണത്തിൽ വിശാലത കൊടുക്കുകയും ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ വസ്സഅ അലാ അയാലിഹി വ അഹ്ലിഹി യൗമ ആശൂറാ, ആശൂറാഇന്റെ ദിവസം മുഹറം 10 ദിവസം തന്റെ കുടുംബക്കാർക്ക് തന്റെ ആശ്രിതരായ ആളുകൾക്ക് ആരെങ്കിലും ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുത്താൽ, നല്ല സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വസ്സഅല്ലാഹു അലൈഹി സാഇറ സന, ഒരു വർഷത്തിന്റെ ഉത്തരവാദിത്തം, ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്തം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുകയും അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത നൽകുകയും ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ ഹദീസിനെ ആസ്പദമാക്കിക്കൊണ്ട് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇത് ഞാനുണ്ടല്ലോ 50 വർഷക്കാലം ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്, എനിക്ക് ഖൈറല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഹറം 10 ദിവസം നമ്മളടക്കമുള്ള നമ്മുടെ കുടുംബക്കാർക്കും അതേപോലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട ഭക്ഷണ സാമഗ്രികൾ നമ്മൾ വാങ്ങിക്കൊടുക്കുക, നല്ല സുഭിക്ഷമായ ഭക്ഷണം നമ്മൾ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഭക്ഷണത്തിൽ വിശാലത നൽകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് പുതിയ തീരുമാനങ്ങളും ഓരോ കാര്യങ്ങളും നമ്മൾ നടപ്പിൽ വരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അതിന് വേണ്ടി പരമാവധി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലഹരി എന്ന് പറയുന്ന ആ കാര്യത്തെ പൂർണ്ണമായും നമ്മുടെ നാട്ടിൽ നിന്നും പരിസരത്തിൽ നിന്നും നമുക്ക് എടുത്തു മാറ്റാൻ സാധിക്കും. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വലിയ വിപത്തായി കാണുന്നതാണ് ലഹരി എന്ന് പറയുന്നത്. ലഹരി ഉപയോഗിച്ച് കൊലപാതകങ്ങള്, അതേപോലെ പീഡനങ്ങള്, എണ്ണിയാൽ തീരാത്ത ഒരുപാട് പ്രയാസങ്ങളാണ് ഇന്ന്
അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ എടുത്ത ഈ തീരുമാനം ഏറ്റവും നല്ല തീരുമാനമാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. എങ്കിലും പ്രിയപ്പെട്ട മഹല്ല് നിവാസികളോട് പറയാനുള്ളത്, നിങ്ങളാൽ കഴിയുന്ന മാതിരി ആരാണോ ലഹരി ഉപയോഗിക്കുന്നത് കൃത്യമായി കൊണ്ട് ഒരു പ്രത്യേകമായ നമ്പർ കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. ആരും അറിയാതെ, ആരാണ് പറഞ്ഞു കൊടുക്കുന്നതെന്നും പോലും അറിയാതെ അവർ കൃത്യമായി കൊണ്ട് തന്നെ അതിനെതിരെ നടപടിയെടുക്കും. അതുകൊണ്ട് മഹല്ലത്തുകാരായി നിങ്ങൾ ആ കാര്യത്തിൽ ജാഗരൂകരായി കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. ലഹരി ഉപയോഗിച്ചുകൊണ്ട് മൃഗീയമായി കൊലപ്പെടുത്തിയ ഒരുപാട് കൊലപാതകങ്ങള്, ഒരുപാട് പീഡന കഥകള് വാർത്താ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ ഓരോരുത്തരും കണ്ട ആളുകളാണ്. 55% ആളുകൾക്ക് 55% വരുന്നത് നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന, ക്യാമ്പസുകളിൽ പഠിക്കുന്ന, ഭൗതിക വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന നമ്മുടെ മക്കളെയാണ് പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. അത് ആൺകുട്ടികളെന്നില്ല, അതേപോലെ പെൺകുട്ടികൾ എന്നില്ല, 55% ആളുകളെ ഇന്ന് പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ഇത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തൊരു ശുഭപ്രതീക്ഷയുണ്ട്. എന്റെ മകൾ ലഹരിയുടെ അടിമയല്ല, എന്റെ മകൾ ലഹരിയുടെ അടിമയല്ല എന്നൊക്കെ പറയുന്നുണ്ടാവാം. വെഞ്ഞാറമൂടിൽ നടന്ന അഫാന്റെ കഥ നിങ്ങൾ അറിഞ്ഞതാണ്. അവരുടെ കുടുംബക്കാരും അവനെ കുറിച്ച് അങ്ങനെയാണ് ധരിച്ചിരുന്നത്. പക്ഷെ ഈ അടുത്ത് 21 ദിവസമായിട്ടുള്ളൂ കാടാമ്പുഴ നിവാസിയായ ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. 21 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മദ്രസ പഠനം +2 പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തേ ആ കുട്ടി ആത്മഹത്യയിലേക്ക് പോയത്? അതിന്റെ തുടർന്നുള്ള കഥയെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു നോക്കുന്ന സമയത്ത് പറഞ്ഞതൊക്കെ വളരെ കൃത്യമാണ്. 12ാം ക്ലാസ് വരെ, +2 വരെ കൃത്യമായി കൊണ്ട് മദ്രസയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അവനെ പിടിപെട്ടു. ലഹരി എന്ന് പറയുന്ന ആ വിപത്ത് ആ ചെറുപ്പക്കാരനെയും പിടികൂടി എന്ന് മാത്രമല്ല, അത് ചോദ്യം ചെയ്തു, പിതാവ് ചോദ്യം ചെയ്തു. പിറ്റേ ദിവസം തന്നെ ആ ചോദ്യം ചെയ്തതിന്റെ കാരണം കൊണ്ട് ആ കുട്ടിയെ അവന്റെ കൂട്ടുകാർ, അത് കൊടുത്ത ആളുകൾ എന്ത് ചെയ്തു? അതിന്റെ പേരിൽ അവനെ വല്ലാതെ ശകാരിക്കുകയും ചീത്ത പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ചെറുപ്പക്കാരൻ ജീവൻ ഒടുക്കിയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, കേവലം നല്ല ആളുകളാണ് എന്ന് ചമയുന്ന ആളുകളായിരിക്കാൻ നമ്മൾ ചെറിയ ചെറിയ മിഠായിയിലൂടെ, ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങളിലൂടെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ലഹരി വസ്തുക്കൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി കൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ലഹരി എന്ന് പറയുന്ന, ഞാൻ എന്റെ വാചകം പറയുമ്പോൾ അതിൽ കള്ളുകുടി പെടും, അതുപോലെ കഞ്ചാവ്, അതുമായി എനിക്ക് പേര് അറിയുന്നതും പേരറിയാത്തതുമായ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന, അതുപോലെ ക്യാമ്പസിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ വട്ടമിട്ട് കൊണ്ടിരിക്കുകയാണ് ലഹരി ഉൽപ്പന്നങ്ങൾ, ലഹരി എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ, നല്ല വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ, ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. മദ്യത്തിന് വേണ്ടി ഒരു വർഷം ചെലവഴിക്കുന്നത് 70,860 കോടി രൂപയാണ്. അതേപോലെ സിഗരറ്റ് മാത്രം ഉപയോഗിക്കുന്നതിന് വേണ്ടി 300 കോടി ചെലവഴിക്കുന്നു. അതേപോലെ പാൻപരാക്കിന് 100 കോടി. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഈ കഴിഞ്ഞ ഓണം, അതേപോലെ ഈ കഴിഞ്ഞ ക്രിസ്മസിനൊക്കെ മലയാളികളായ ആളുകൾ, മുസൽമാനുണ്ട്, അതുപോലെ ഹൈന്ദവ വിശ്വാസികളുണ്ട്, ആരൊക്കെയും എല്ലാവരും ഉണ്ട്. എങ്കിലും മലയാളികൾ കുടിച്ച് തീർത്ത കണക്കുകൾ എന്ന് പറയുന്നത് 800 കോടിയിലധികം വരുന്ന ലഹരി മദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരിയെ പൂർണ്ണമായും തടയിടണം. അതുകൊണ്ട് തന്നെ ലഹരിയെ തടയിടുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ എടുത്ത ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. അതിലുപരി നമ്മുടെ കുട്ടികളെ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഫോണിലാണ്, എന്ത് ചെയ്യുകയാണെങ്കിലും ഫോണിലാണ്. അവർ വാഹനത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് എപ്പോഴും ഫോണിൽ അഡിക്റ്റായി നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. ഇന്ന് ജൂൺ 19 വായനാ ദിനമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മഹല്ല് നിവാസികളോട് പറയാനുള്ളത്, ഫോൺ കുട്ടികൾക്ക് നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. എങ്കിലും ഫോൺ കൊടുക്കുന്ന സമയത്ത് കൃത്യമായി കൊണ്ട് തന്നെ ആ കുട്ടികൾ നല്ല രീതിയിലാണോ അത് ഉപയോഗിക്കുന്നത്? റീൽസുകൾ കാണുമ്പോൾ, സിനിമകൾ കാണുമ്പോൾ, അതേപോലെ ഷോർട്ട് വീഡിയോകൾ കാണുമ്പോൾ കുട്ടികളെ മറ്റുള്ള അനാവശ്യമായ കാര്യങ്ങള്, അതിലുപരി കൊലപാതകങ്ങള്, മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. ഈ അടുത്തല്ലേ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന
പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. എന്തേ ആ കുട്ടിയെ ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം എന്തേ? ഫോൺ അഡിക്ഷൻ. ഫോണിലൂടെ കാണുകയാണ് ഒരു മനുഷ്യനെ എങ്ങനെ കൊല്ലണം, എങ്ങനെ കുഴിച്ചിടണം, എങ്ങനെ ആളുകൾ അറിയാത്ത രീതിയിലാക്കണം എന്ന് സിനിമയിലൂടെ അതുപോലെ റീൽസിലൂടെ കണ്ടുകൊണ്ട് കുട്ടികൾ പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായി കൊണ്ട് രക്ഷിതാവ് എന്നുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും അത് പാലിക്കണമെന്ന് സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. നമ്മുടെ കുട്ടികൾ എന്ത് വീഡിയോ കാണുന്നു, എന്ത് അവർ ചെയ്യുന്നു എന്ന് കൃത്യമായി കൊണ്ട് ഒരു 2 കണ്ണാണ് നമുക്കുള്ളത് എങ്കിൽ ഒരു 3-ാം കണ്ണ് തുറന്നു വെക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. എന്താണ് കുട്ടികൾ കാണുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കപ്പെടുന്നത്, അവർ എന്ത് ചെയ്യുന്നു, ആരോടൊക്കെയാണ് സൗഹൃദങ്ങള്, ആരൊക്കെയാണ് ചങ്ങാതിമാര്, എവിടെന്നാണ് പണം സമ്പാദിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത് എന്നുള്ള കൃത്യമായി കൊണ്ടുള്ള ഈ ചോദ്യത്തിനുള്ള മറുപടി രക്ഷിതാക്കളായി നിങ്ങൾ അതിൽ കണ്ടെത്തണമെന്ന് ഞാനടക്കമുള്ള എന്റെ മഹല്ല് നിവാസികളോട് സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. ഒരു വിധത്തിലും മക്കൾ കാരണത്താൽ നമുക്ക് വിഷമിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി ഉണർത്താനുള്ളത്, സംസ്ഥാന സർക്കാരിന്റെ ലഹരിക്കെതിരെ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടി ഈ മഹല്ലത്തിൽ ഇൻഷാ അല്ലാഹ് വരും പരമാവധി കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അതുപോലെ വിദ്യാർത്ഥികൾക്ക് വേണ്ട മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കൊടുക്കുമെന്ന് മഹല്ല് കമ്മിറ്റി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മുമ്പിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചത്. ലഹരി എന്ന് പറയുന്ന വസ്തു എന്ന് പറയുന്നത് മനുഷ്യ ബുദ്ധിയെ തൂഫാനാക്കുന്ന മഹാമാരിയാണ്. അതിനെ നമ്മൾ തിരിച്ചറിയണം. റബ്ബ് തആല ലഹരിക്കെതിരെ ആ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം സ്വഭാവം നമ്മളിൽ ഉണ്ട് എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലഹരി എന്ന് പറയുന്ന വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു മാറ്റാൻ വേണ്ടി അതിനോട് ആരൊക്കെയാണോ സഹായിക്കുന്നത് എങ്കിൽ അർഹമായ പ്രതിഫലം അല്ലാഹുവേ നീ കൊടുക്കണേ തമ്പുരാനെ, നിന്റെ സഹായം നീ കൊടുക്കണേ തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.